തെക്കൻ ഗസയിൽ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് 350ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഗസയിൽ ഒരു കാലത്തും സമാധാനം കിട്ടത്തില്ല ജെയിംസ്. ഗസ ഒരു വല്ലാത്ത ഒരു സങ്കടത്തുരുത്തായി മാറിയിരിക്കുകയാണ് എസ് കെ. പ്രത്യേകിച്ച് ഗസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രദേശമാണ്. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഓടിക്കുമ്പോൾ മറുഭാഗത്തേക്ക് ഓടും. ജനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക സങ്കടപ്പെട്ട്. അതിനിടയിൽ ഇസ്രായേലി ബോംബുകൾ ഒന്നിനു പിറകെ ഒന്നായി വീഴുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്നറിയാം ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ. ഇപ്പോൾ റഫയിൽ തന്നെ പല ഭാഗത്തുനിന്ന് ഓടിച്ചിട്ട് ഈജിപ്ഷ്യൻ അതിർത്തിയായ റഫയിൽ എന്തെങ്കിലും ഈജിപ്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് കരുതിക്കൊണ്ട് 15 ലക്ഷം പേരാണ് തമ്പടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യ ജീവനുകളാണോ താമസിക്കുന്നതെന്ന് പോലും നമുക്ക് അമ്പരപ്പ് തോന്നും. അവിടേക്കാണ്, റഫയിലേക്കാണ് അടുത്ത ആക്രമണമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മണിക്കൂറുകളിലും 10-15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് എസ്കേൻ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് എന്ന അവിടുത്തെ ഏറ്റവും വലിയ നഗരമാണ് ഖാൻ യൂനിസ്. ഖാൻ യൂനിസിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ 6 മാസം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. അവർ 2-3 ആഴ്ച മുമ്പ് ഒഴിഞ്ഞു പോയതിന് ശേഷം ഓരോ ദിവസവും ഇങ്ങനെ കുഴിമാടങ്ങളിൽ നിന്ന് മൃതശരീരങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 350ഓളം മൃതശരീരങ്ങൾ കണ്ടെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. കുഴിമാടങ്ങളിൽ 2000 പേരെ കാണാനില്ല. അതിൽ 350 പേരുടെ മൃതശരീരങ്ങളാണ് കണ്ടെടുത്തതെന്ന് പറയുന്നു. ജീർണിച്ച അവസ്ഥയിലാണ് മൃതശരീരങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ലോകരാജ്യങ്ങളൊക്കെ രംഗത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ വരെ, അമേരിക്കയും ബ്രിട്ടനും വരെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ഒരു ഇരട്ടത്താപ്പ് നയമാണ്. ഒരേ സമയം ഇസ്രായേലിന് അവർ ആയുധങ്ങൾ നൽകുന്നു. $29 ബില്യൺ ആയുധമാണ് ഈ മണിക്കൂറുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിട്ട് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് അറ്റാക്ക് ചെയ്യാനുള്ള ആയുധം നൽകുക, മറുഭാഗത്ത് മരിച്ചു വീഴുന്നവരെ കുറിച്ച് കേഴുക. ഇതിൻ്റെ കൂടെ തന്നെ ഗസയിൽ ഭക്ഷണം കൊടുക്കാൻ $1 ബില്യൺ $100 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അടിക്കാൻ പൈസ കൊടുക്കുക, മരിച്ചു വീണവർക്കും ജീവിക്കാൻ കഴിയാത്തവർക്കും പണം കൊടുക്കുക എന്ന ഇരട്ടത്താപ്പ് നയം അമേരിക്ക സ്വീകരിക്കുന്നുവെന്ന വലിയ ആരോപണം തന്നെ വന്നിട്ടുണ്ട് എസ് കെ എൻ. എന്തായാലും റഫയിലേക്ക് ആക്രമണം നടത്തരുതെന്ന് ലോകരാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്രമിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ എസ് കെ എൻ, ഈ വടക്കൻ ഗസയിലാണ് ഇവർ 6 മാസം മുമ്പ് യുദ്ധം ആരംഭിച്ചത്. തെക്കൻ ഗസയിലേക്ക് ഓടിക്കൊള്ളാൻ പറഞ്ഞു. തെക്കൻ ഗസയിൽ ചെന്നപ്പോൾ ഖാൻ യൂനിസിലും തെക്കൻ ഗസയിലൊക്കെ ആക്രമണം നടത്തി. ഇപ്പോൾ വടക്കൻ ഗസയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്തി ജനം ചെതറി ഓടുകയാണ്. അവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറയുകയാണ്. എവിടേക്ക് പോകണമെന്ന് പറയുന്നില്ല. ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം റെഡ് സീയിൽ, ചെങ്കടലിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഹൂതികൾ. പക്ഷേ ഇത്തവണത്തെ മിസൈലുകൾ അമേരിക്കയുടെ മിസൈൽ വേധക തോക്കുകൾ തകർത്ത് കളഞ്ഞു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം തൽക്കാലം ഒഴിവായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് മേഖല. പ്രത്യേകിച്ച് ഹെസ്ബുള്ള ലെബനോനിൽ നിന്നും ആ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡറിൽ. അതുപോലെ തന്നെ ഹൂതികൾ യമനിൽ നിന്ന്, ഹമാസ് ഇസ്രായേലുമായിട്ട് ഗസയിൽ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നടിച്ച് സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് തൽക്കാലം ഇല്ല എസ് കെ. ഓക്കെ. ജെയിംസ്, ഈ റഷ്യൻ യുക്രൈൻ യുദ്ധം കൂടുതൽ കടുക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. ഈ റഷ്യയിലെ പല നഗരങ്ങളിലും അതുപോലെ ക്രിമിയയിലും ഒക്കെ ഈ യുക്രൈൻ മിസൈൽ അറ്റാക്ക് നടത്തിയെന്ന രീതിയിൽ വാർത്ത വരുന്നു. അമേരിക്ക നൽകിയ ആയുധം ഉപയോഗിച്ചാണ് ഈ അറ്റാക്ക് എന്ന വാർത്തയും ഉണ്ട്. അപ്പോൾ വീണ്ടും യുദ്ധം കടുക്കുമോ? എസ് കെ എൻ, ഈ അമേരിക്ക വല്ലാത്തൊരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. കുറേ നാളായിട്ട് ആയുധമൊന്നും കൊടുക്കില്ലായിരുന്നു. ഒരുപാട് ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ട് അവരുടെ കുറേ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കി. റഷ്യ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് തോന്നിയത് ഇനിയും ഉക്രൈനെ പരീക്ഷിച്ചാൽ ഉക്രൈൻ തന്നെ റഷ്യ വിഴുങ്ങിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ പരാതിപ്പെട്ടു. ഇപ്പോൾ അമേരിക്ക ഒടുവിൽ അവരുടെ ബില്ല് പാസ്സാക്കി $60 ബില്യൺ. അപ്പോൾ ഈ തുക വരുന്നതിൻ്റെ കൂടെ തന്നെ സൈനിക സഹായം ലഭിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ കൊടുക്കില്ല എന്നാണ് റഷ്യക്കെതിരെ കൊടുക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ രഹസ്യമായി കൊടുത്തു. MS എന്ന ലോക്ഹീഡ് മാർട്ടിൻ്റെ ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്കുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാവുന്ന തരത്തിൽ അവർ നൽകിയെന്ന വാർത്ത കൂടി വരുന്നു. ഈ മണിക്കൂറുകളിൽ അത് പ്രയോഗിച്ചിരിക്കുന്നു. റഷ്യയുടെ പല നഗരങ്ങളിൽ, അതുപോലെ തന്നെ റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ക്രീമിയയിൽ എല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ
റഷ്യയിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ ക്ഷുഭിതനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അതിനിടയിൽ വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ അഴിമതികളും പ്രശ്നങ്ങളും കെടുകാര്യസ്ഥതയും കണ്ടുപിടിച്ച് അവിടുത്തെ ഡെപ്യൂട്ടി മന്ത്രിയെ പുറത്താക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമേരിക്കൻ ആയുധം വന്നിരിക്കുന്നു, യൂറോപ്പിൽ നിന്ന് ആയുധം വന്നിരിക്കുന്നു. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമത്തിലാണ് ഉക്രൈൻ. പ്രത്യേകിച്ച് അതിന് ജോ ബൈഡൻ പറഞ്ഞ മറുപടി, അവിടുത്തെ എനർജി സെന്റേഴ്സ്, വൈദ്യുത കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, സാധാരണക്കാരെ ആക്രമിക്കുന്നു, ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഞങ്ങൾ ഈ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ നൽകുന്നത്. ഉക്രൈൻ സേനയ്ക്ക് നിലനിന്നേ പറ്റൂ. വ്ളാഡിമിർ സെലൻസ്കി കുറച്ചും കൂടിയും ശക്തനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന പ്രതീതിയാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എസ്കേൻ ജെയിംസെ, മറ്റൊരു കാര്യം, ഈ ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിച്ച വേളയിൽ ഈ കാശ്മീർ പ്രശ്നം ഇറാൻ്റെ മുന്നിൽ ഉയർത്താൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയെന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്നാൽ ഇറാൻ അത് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല, ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധം തുടരുകയാണല്ലോ. SKN ഈ ഏത് സ്ഥലത്തും പൂരത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന രീതിയാണ് പാകിസ്ഥാൻ അവലംബിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ വന്നാൽ അവിടെ ഇന്ത്യക്കെതിരെ പ്രമേയം, ഏത് ഫോറത്തിൽ വരുമ്പോഴും ഇതൊരു സ്ട്രാറ്റജിയായി സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ടെററിസം, ഭീകരവാദത്തെ തടഞ്ഞു നിർത്താൻ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നൊരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു 3 ദിവസത്തെ സന്ദർശനത്തിന് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാനിൽ എത്തിയിരുന്നു. SKN ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ മാസം ഇറാനും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ യുദ്ധം പോലെ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയച്ചിരുന്നു. അപ്പോൾ ഇറാൻ പറഞ്ഞത് ഇറാനെതിരെയുള്ള തീവ്രവാദികൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാനെതിരെയുള്ള തീവ്രവാദികൾ ഇറാൻ്റെ ബോർഡറിലുണ്ട്. രണ്ടു കൂട്ടർക്കുള്ള അതിർത്തിയിൽ അടി നടന്നിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തി. ചർച്ചയ്ക്കൊടുവിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായിട്ട്, പറയാതെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ പ്രശ്നം കൊണ്ടുവന്നു. ഇന്ത്യ പാകിസ്ഥാനെ ഉപദ്രവിക്കുന്നു, ഇറാൻ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ അതിന് മറുപടി സംസാരിക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് ആ വിഷയം തന്നെ തമസ്കരിച്ചു കളഞ്ഞു. അതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടിയില്ല. ഇതേക്കുറിച്ച് പിന്നീട് വന്ന വാർത്തകൾ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഇറാന് ഇന്ത്യയെ പിണക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇറാൻ്റെ പല പ്രോജക്റ്റുകളും ഇന്ത്യൻ കമ്പനികളാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇറാൻ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇറാൻ ഈ പാകിസ്ഥാന്റെ നീക്കത്തെ പരാജയപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. പി പവിത്രൻ പാതിരപ്പറ്റ, BV വിജയൻ തുടങ്ങിയ കണ്ടാൽ അറിയാവുന്ന പ്രതികൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് PPക്ക് എവിടെ വോട്ടെന്നുള്ളത്, വല്ല കരീബിയൻ കടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ് പാതിരപ്പറ്റ പറയുന്നത്. അല്ല, എനിക്ക് വോട്ട് തിരുവനന്തപുരത്താണ്, വീട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണല്ലോ. അറിയാലോ. അപ്പോൾ അവിടെ പോയി വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, PP താങ്ക് യു. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം.